കൈരളിയുടെ എല്ലാ പ്രേക്ഷകർക്കും ജീവിതം സാക്ഷിയിലേക്ക് സ്വാഗതം. ബഹുമാനപ്പെട്ട ജഡ്ജിംഗ് പാനലിൻ്റെ നമസ്കാരം. ഇന്നിവിടെ പരാതിക്കാരിയായി എത്തിയിരിക്കുന്നത് വിതുരയിൽ നിന്നും ലിൻസിയാണ്. ലിൻസി വരൂ. അസൂയാവഹമായ കുടുംബജീവിതമായിരുന്നു ലിൻസിയുടേത്. അനി തന്റെ പ്രണയം തുറന്നു പറഞ്ഞുകൊണ്ടാണ് അവളെ സ്വന്തം ജീവിതത്തിലേക്ക് ആനയിച്ചത്. സ്നേഹശീലനും കഠിനാധ്വാനിയുമായിരുന്നു അയാൾ. സുഖമത്തെ ശിഥിലമാക്കുവാൻ അനിയുടെ ജീവിതത്തിൽ മറ്റൊരു പെൺകുട്ടി കടന്നു വന്നു. ലിൻസി വിതുരയിൽ എവിടെയാ പ്രോപ്പറായിട്ടുള്ള? ആനപ്പാറയിൽ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛനും അമ്മയും? പപ്പ മരിച്ചിട്ട് 2 വർഷമായി. അമ്മയുണ്ട്, സഹോദരനുണ്ട്, ഭാര്യ, 3 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഒരു സഹോദരനേ ഉള്ളൂ? ഒരു സഹോദരനുള്ളൂ. അവരൊക്കെ അമ്മയുടെ കൂടെയാണ് താമസിക്കുന്നത്? എല്ലാവരും ഒരുമിച്ച്. ലിൻസി താമസിക്കുന്നത് എവിടെയാ? ഞാൻ അവിടെ ആയിരുന്നു. ഞാനിപ്പോൾ 1 വർഷത്തോളം ഇവിടെ ലോ അക്കാഡമിയിൽ ജോലിക്ക് വന്നിരിക്കുന്നു. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 14 വർഷമായി. 14 വർഷമായി. അപ്പോൾ എന്താ ഇപ്പം ലിൻസിയുടെ പ്രധാന പ്രശ്നം? 10 വർഷം വരെ നല്ല ജീവിതമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പത്തനാപുരത്താണ് എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുപോയത്. അദ്ദേഹത്തിൻ്റെ പേര്? അനി. നിങ്ങൾ നേരത്തെ പരിചയമുള്ളവരായിരുന്നോ? കല്യാണമായിട്ടല്ലായിരുന്നു. എൻ്റെ സഹോദരൻ്റെ കല്യാണത്തിന് വേണ്ടി വീട് പുതുക്കാൻ വേണ്ടി അപ്പം മേശരി ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മാമൻ്റെ മോൻ ചെന്ന് പുള്ളിക്കാരനെ വിളിച്ചുകൊണ്ടുവന്ന് കെട്ടിടപ്പണി ചെയ്യുന്ന ആളാണ്. അപ്പം വിളിച്ചുകൊണ്ടുവന്ന വീട് പണിക്ക് വേണ്ടി വന്നതാണ് വീട്ടിൽ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നാളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അടുത്ത വീട്ടിലെ ആൻറ്റിമാരടുത്തൊക്കെ സംസാരിച്ച് അപ്പം പറഞ്ഞ് നീ അച്ഛനും അമ്മയായിട്ടൊക്കെ വാ, എന്നിട്ട് അവരുമായിട്ട് ആലോചിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അച്ഛനും അമ്മയും വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് ഉറപ്പീരൊക്കെ ആയിട്ട് പിന്നെ പുള്ളി അവിടെ കൂടെ തന്നെ നിന്ന് ജോലി ചെയ്യുമായിരുന്നു. വിതുരയിലാണ് പുള്ളി ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ, അപ്പൻ്റെ അമ്മയുടെ കൂടെ അല്ലായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് വീട്ടിൽ വന്നുകൊണ്ടിരുന്നത് ജോലിക്ക്. ആങ്ങളുടെ കല്യാണം എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു, അന്നേരം വീട് പണിയെല്ലാം കഴിഞ്ഞല്ലോ, കല്യാണം കഴിഞ്ഞല്ലോ, അന്നേരം മേശരി എന്നൊരു കാര്യം ചെയ്യും, പിന്നെ ഇതിപ്പോൾ 1 വർഷം കഴിഞ്ഞ് ഇപ്പം കല്യാണം കഴിഞ്ഞേ ഇല്ലേ ഉള്ളൂ, എൻ്റെ കല്യാണം 1 വർഷം കൂടെ കഴിഞ്ഞിട്ട് കല്യാണം നടത്തി തരാം, ഇപ്പം സ്ത്രീധനത്തിനുള്ള കാശൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞ് അപ്പം ഇല്ല, ഞാൻ പോകുന്നെങ്കിൽ ഇനി ഇവിടെ കൊണ്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അപ്പനും അമ്മയും വന്നിട്ട് പിന്നെ പള്ളിക്കെട്ട് നടത്താൻ പറ്റൂലായിരുന്നു, പുള്ളി പള്ളിയിലൊന്നും പോകാത്തതുകൊണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പനും അമ്മയും വന്നിട്ട് എന്നെ അങ്ങ് കുറച്ച് ആൾക്കാരുമായിട്ട് കൂടി കൈ പിടിച്ചങ്ങ് കൊടുക്കുകയായിരുന്നു. സമുദായക്കാരനാണോ അദ്ദേഹം? ഞങ്ങളൊരു സമുദായം തന്നെ, പക്ഷെ പുള്ളി പള്ളിയിൽ പോകത്തില്ല. അതിലൊന്നും വിശ്വാസം പള്ളിക്കെട്ട് നടത്താൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ എന്നെ വിളിച്ചോണ്ട് പോയിട്ട് കുറച്ച് ആൾക്കാർ, അവര് 2 വണ്ടി ആൾക്കാർ വന്ന് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി 10 വർഷം വരെ നല്ല ജീവിതമായിരുന്നു. അങ്ങനെ ഈ അടുത്ത വീട്ടിലൊരു പെണ്ണുമായിട്ട് ഒരു സ്നേഹമുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ആ പെണ്ണെന്ന് പറഞ്ഞാൽ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് അവൾ ബെറ്റിക്കോട്ടിട്ടുകൊണ്ട് കിടക്കണം, കുഞ്ഞ് കൊച്ചാ, അവൾ പഠിക്കുന്ന 4-ഓ 5-ലോ ഒക്കെ പഠിക്കുന്ന കൊച്ചാ അവള്. അപ്പൊ ഇവര് തമ്മിൽ എപ്പോഴോ സ്നേഹമായി എൻ്റെ കൂടെ കൊണ്ട് നടന്നവളാണ്. പക്ഷെ ഒരു 10 വർഷം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടിക്ക് ഒരു 18 വയസ്സായി. എപ്പോഴോ എനിക്കറിയത്തില്ല, കാരണം സംശയിക്കേണ്ട കാര്യമില്ല. ഞങ്ങളുടെ വീടുമായിട്ട് ഞങ്ങൾ 2 വീട്ടുകാർ ഒരു വീട് പോലെ കഴിഞ്ഞിരുന്നത്. പെട്ടെന്ന് ഇങ്ങനെ എൻ്റെ ആങ്ങളെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതുപോലെ എടീ നീ അവളിവിടെ വരുന്ന സംശയിക്കണം, അവളെ പോക്ക് അത്ര ശരിയല്ല. ഞാൻ പറഞ്ഞ അതിപ്പം കൊച്ചല്ലേ, ഞാൻ കാണാൻ തുടങ്ങി. അങ്ങനെ അത് പുതിയതായിട്ട് ഒരാളെ കാണുമെങ്കിൽ നമുക്ക് ശരി തന്നെ അങ്ങനെ സംശയിക്കുക. ഇതിപ്പോൾ കുഞ്ഞുനാൾ മുതലേ കണ്ടതല്ലേ, ഇപ്പം എങ്ങനെ സംശയിക്കുന്നത്? അന്നേരം പറഞ്ഞാൽ ഇല്ല, ആളത്ര ശരിയല്ല, നീ അവളെ സൂക്ഷിക്കണമെന്ന് എൻ്റെ അമ്മയും പറഞ്ഞു. പക്ഷെ ഞാൻ അന്ന് ശ്രദ്ധിച്ചില്ലായിരുന്നു. അപ്പോഴും ഇവളെൻ്റെ കൂടെ അതൊക്കെ തോള് കൈയിട്ടുകൊണ്ട് നടക്കുകയും വീട്ടിൽ വരികയും സഹകരിക്കുകയും ഞങ്ങൾ ഒരുമിച്ച് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയൊക്കെ ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞേക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അയ്യോ ചേച്ചി അത് ചുമ്മാതാ അങ്ങനെ അതൊക്കെ പറഞ്ഞുള്ളൂ. അപ്പോൾ എനിക്ക് സംശയമായി, പുള്ളിക്കാരൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് വ്യത്യാസം. പിന്നെ വരുമ്പോഴെല്ലാം രാത്രി 10 മണിക്ക് ജോലി കഴിഞ്ഞ് വരുള്ളൂ, കുടിച്ചിട്ടാണ് വരുന്നത്. അപ്പം ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ ഫോൺ എടുത്ത് വെച്ച് പിന്നെ സൈലൻ്റ് ഞാൻ എടുത്ത് വെച്ച് നോക്കുമ്പം പുള്ളി അറിയാതെ ഫോൺ എടുത്ത് വെച്ച് നോക്കുമ്പോൾ അതിനകത്ത് മെസ്സേജുകൾ കിടക്കും ഇവിടെ നമ്പർ. അപ്പം ഞാൻ ചോദിച്ചും പറഞ്ഞു, അത് ചുമ്മാതാ, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറയാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നന്നായിരിക്കട്ടെ എന്ന്. പക്ഷേ ഇവളടുത്ത് ഞാൻ വിളിച്ച് താക്കീത് കൊടുത്തപ്പോൾ ഇവള് പറഞ്ഞ്, ചേച്ചി അത് ഇങ്ങനെ അണ്ണൻ്റെ ഭാഗത്തുനിന്നൊരു തെറ്റ് വന്നു, അപ്പം അണ്ണൻ പറഞ്ഞ് ലിൻസി അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചാവും, അതുകൊണ്ട് നീ അവളെ അറിയിക്കില്ലെന്ന് പറഞ്ഞു.
ഇത് ആ കുട്ടി തന്നെ പറഞ്ഞാണോ? എന്നോട് പറഞ്ഞത്. അപ്പൊ അദ്ദേഹം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്? എൻ്റെ കൂടെ ഉണ്ട്. അപ്പം പറയുന്നത് ലിൻസി അറിഞ്ഞു കഴിഞ്ഞാൽ ചാവും. അപ്പൊ അവിടെ വീട്ടിൽ ഒരുപാട് പ്രശ്നം. നിങ്ങൾ ഇവരുമായിട്ട് 1-2 പ്രാവശ്യം ഫോൺ ചെയ്തു, പിന്നെ ഇങ്ങനെ ഒരു സംഗതി പറയത്തക്ക രീതിയിൽ നിങ്ങൾ ചോദ്യം ചെയ്യുകയോ മറ്റോ ചെയ്തോ ആ കുട്ടിയെ? അങ്ങനെ പറഞ്ഞതാണോ? ഞാൻ അവളുടെ ചോദിച്ചു ഇങ്ങനെ. ഞാൻ പറയും ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല. ആദ്യം പറഞ്ഞില്ല ചുമ്മാതൊക്കെയാന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു അത് ചേച്ചി, അതാണ് ഞാൻ ചേച്ചി അറിയിക്കാത്തത്. അണ്ണം പറഞ്ഞത് ചേച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചാവും, അതുകൊണ്ട് ചേച്ചി അറിയിക്കല്ലേ എന്ന് പറഞ്ഞു. ലിൻസിക്ക് തോന്നിയിട്ടുണ്ടോ ആ കുട്ടിയുടെ പെരുമാറ്റത്തിനകത്ത് കുറെ അപാകത? ഒരുപാട് വ്യത്യാസം വന്നു ആ കൊച്ചിൻ്റെ ഭാഗത്ത്. കാരണം ഞങ്ങൾ ഒരുപാട് വ്യത്യാസം അവളുടെ സ്വഭാവത്തിൽ. പിന്നെ അവൾ വീട്ടിൽ വരാതായി. അപ്പം ഞാൻ ഈ കൊച്ചു എന്താന്ന് വീട്ടിൽ വരുന്നില്ലല്ലോ ഇപ്പോൾ. അപ്പോൾ പുള്ളിക്കാരൻ റോഡിൽ എവിടെയെങ്കിലും പോയിട്ട് തിരികെ വരുമ്പം ഇവള് വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഇവള് പെട്ടെന്ന് അങ്ങ് അവളെ വീട്ടിലോട്ട് തൊട്ടടുത്ത ഒരു മുറ്റം ഞങ്ങൾ. പഠിക്കുന്ന കുട്ടിയാണോ? അന്ന് പഠിക്കുന്ന കൊച്ചാ അവള്. അപ്പം ഞാൻ ഇവിടുത്തെ ഇങ്ങനെ ചോദിക്കുമ്പോഴല്ലേ അവൾ ആദ്യം ചുമ്മാ എന്നൊക്കെ പറഞ്ഞാൽ. അപ്പം പിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഇവിടെ സ്വഭാവത്തിൽ ഒരുപാട് വ്യത്യാസം വന്നു. പിന്നെ ഇവള് വീട്ടിൽ വരാതായി. അവിടെ വീട്ടിൽ ഇതെല്ലാം അറിയുന്നുണ്ടായിരുന്നു, അവർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അവർ എന്നെ ഒരു കുടുംബം തകരുമല്ലോ എന്ന് കരുതി എൻ്റെ അടുത്തൊന്നും പറയാതിരുന്നു. അപ്പോൾ ഇവിടെ ഒരുപാട് താക്കിയതൊക്കെ കൊടുത്തിട്ട് പറഞ്ഞ് എപ്പോഴും അവർ ഫോൺ തല്ലി പൊട്ടിക്കുകയൊക്കെ ഇവിടെ കയ്യിൽ നിന്ന്. പുള്ളി വാങ്ങിച്ചു കൊടുക്കുക, അവർ വാങ്ങിച്ച് തല്ലി പൊട്ടിച്ച് കളയുക. അതിലെനിക്ക് മനസ്സിലാത്തത് തെറ്റ് സംഭവിച്ചു പോയി എന്ന് തന്നെയാണ് ആ കുട്ടി കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അവൾ പറഞ്ഞു അത് ചേച്ചി എൻ്റെ ഭാഗം നല്ല അണ്ണൻ എങ്ങനെ എൻ്റെ അടുത്ത് തെറ്റായിട്ട് സംസാരിച്ചു തെറ്റായിട്ട് പെരുമാറി. പക്ഷെ അത് ചേച്ചിയുടെ അടുത്ത് പറയാത്തത് പിന്നെ അതുകൊണ്ടാണ് നമ്മൾ തമ്മിലുള്ള ആ ഒരു കൂട്ടുകെട്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ആയത്. 37 വയസ്സായി ഇപ്പൊ 3 വർഷം കഴിഞ്ഞു. 3 വർഷം കഴിഞ്ഞു. നിങ്ങൾക്ക് മക്കള്? എനിക്ക് 13 വയസ്സാകാൻ പോകുന്നു മോന്. ഒരു മോനുണ്ട്. അപ്പൊ ആ കുട്ടിക്ക് 8-9 വയസ്സുണ്ട് ആ കൊച്ചിന്. എന്നിട്ട് ഈ ഫോൺ ഇടയ്ക്കിടയ്ക്ക് അവരുടെ വീട്ടിലുള്ളവർ ഫോൺ എറിഞ്ഞു പൊട്ടിക്കുക. പുള്ളി വാങ്ങിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു ദിവസം ഒരു ഫോണിൻ്റെ കവറും കൊണ്ടുവന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താ വെച്ചാൽ ഈ ഫോണിൻ്റെ കവർ. അന്നേരം പറഞ്ഞത് അവിടെ ഞാൻ ഓട്ടോയിൽ കയറിയപ്പോൾ ഒരു കാലി കവർ ഇറന്ന് മോന് കളിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. പക്ഷെ ആ സമയത്ത് കുറേ കഴിഞ്ഞപ്പോൾ അവിടെ ഒരു മമ്മി വന്ന് പറഞ്ഞത് അവൻ ഇപ്പോഴും ഫോൺ വാങ്ങിച്ച് കൊടുത്ത്. അപ്പോൾ ഇവർ ഫോണിൽ കൂടെ കൂടുതൽ കോൺടാക്ട്, ഒരു മുറ്റമാണെങ്കിലും ഇവള് പിന്നെ ഇങ്ങോട്ട് വരാതായി. പിന്നെ ഉള്ള സംസാരം എന്ന് പറഞ്ഞാൽ ഫോണിൽ കൂടെ അവർ. അത് ഞാൻ ഇതൊന്നും അറിയാത്തത്. ഇങ്ങനെയുള്ള രഹസ്യം എന്തോയിരുന്നു ഫോൺ വഴിയുള്ള. അങ്ങനെയായപ്പോൾ എന്താ ഞാൻ ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. കുളത്തുപുഴ ഞങ്ങളുടെ അമ്മമ്മയുടെ വീട്ടിൽ പോയി കുറച്ച് ദിവസം അവിടെ എൻ്റെ പഴയ ഒരു കോൺടാക്റ്റ് ഉണ്ട്, അങ്ങനെ കീഴിൽ ജോലി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി. അപ്പം പോയിട്ട് ഞാനും എൻ്റെ അമ്മയും കൂടെ അന്വേഷിച്ച് പോകാൻ പറഞ്ഞു അത് നീ ഇവിടെ വരണ്ട, നീ വന്നാൽ ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോവും, പിന്നെ അതുകൊണ്ട് നീ ഇവിടെ നിൽക്കേണ്ട. ഞാൻ അപ്പോഴും എൻ്റെ അമ്മയും പറഞ്ഞു ഇവളും കൂടെ ഇവിടെ നിൽക്കട്ടെ. വേണ്ട ഇവിടെ നിൽക്കേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് സമാധാനം ഇല്ലാത്തതാണ്, അവിടെ നിന്ന് സമാധാനം ഇല്ലാത്തതാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ നിന്ന് കുറച്ച് ദിവസം ജോലിയൊക്കെ ചെയ്തിട്ട് ഞാനങ്ങ് വന്നോളാം എന്ന് പറഞ്ഞു. നീ ഇപ്പം അമ്മയുടെ കൂടെ പോകണമെങ്കിൽ പോയിക്കോ എന്ന് പറഞ്ഞു. ഞാനന്നേരം എൻ്റെ അമ്മ ശരിയാണ് ഇവിടെ നിൽക്കുന്നത്, നിൽക്കട്ടെ. അപ്പം അവിടെ വരുമ്പോഴല്ല അവളെ കാണുമ്പോഴല്ല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഒരു കാര്യം പറഞ്ഞ് പല വഴക്കും നടന്നിരിക്കുന്നു, ഒരുപാട് പ്രശ്നം. അപ്പോൾ സിം ഇതുപോലെ പിന്നെ സൈലന്റ് ഫോണ്, പിന്നെ ഫോണ് ചോദിച്ചു കഴിഞ്ഞാൽ തരത്തില്ല, ഫോൺ ഒളിച്ചേ വെക്കത്തുള്ളൂ, അങ്ങനെയുള്ള ഇതൊക്കെയായിരുന്നു. അപ്പോൾ സിമ്മ് ഒരു ദിവസം ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ പോകുന്ന ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എനിക്ക് ഇങ്ങനെ ജീവിക്കണ്ട, നിങ്ങളൊന്ന് ചവളമായിട്ട് ആയിക്കുമെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ പോകുന്നു പറഞ്ഞു. അപ്പോഴൊന്നും ഒരു അങ്ങനെ ഒരു വിഷമം അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ നീ പോകണമെങ്കിൽ പോയിക്കോ എന്നുള്ള ആ ഒരു ഇതാണ്. അപ്പം ഞാൻ തലവഴി മണ്ണെണ്ണയൊക്കെ എടുത്തങ്ങ് ഒഴിച്ച് ഞാൻ പറഞ്ഞു ഞാൻ ചാകുമ്പോൾ എനിക്കിനി ജീവിച്ചിരിക്കേണ്ട, കാരണം എനിക്കിനി എൻ്റെ വീട്ടിലെ അവസ്ഥ എല്ലാം അറിഞ്ഞുകൊണ്ടാണ് എന്നെ കൊണ്ടുവന്നത്. അപ്പോൾ എനിക്കിനി ചത്താൽ മതി എന്ന് പറഞ്ഞ് തലവഴി മണ്ണെണ്ണയൊക്കെ എടുത്തു. അപ്പോഴും ഒരു പ്രതികരണം എൻ്റെ കുഞ്ഞ് കയറി അങ്ങ് പിടിച്ച്. അതുവരെ അയാൾ ഒരിക്കലെങ്കിലും ഈ കുട്ടിയായിട്ട് ബന്ധമുണ്ടെന്നുള്ളത് അദ്ദേഹമായിട്ട് സമ്മതിച്ചിട്ടുണ്ടോ? എന്നിട്ടും പറയുന്നത് ചുമ്മാതാ പറയുന്നുള്ളൂ. എപ്പോഴും അത് ചുമ്മാ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നതാ പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞ് ഇവിടെ വന്നാൽ ശരിയാവില്ലെന്ന് കുളത്തുപുഴ വന്നിട്ട് അത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവളെയും കാണാനില്ല, ഇവർ രണ്ടിനെയും കാണാനില്ല. അപ്പം ഞാൻ ഫോൺ ചെയ്യുന്നു, അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ്, പുള്ളിക്കാരൻ്റെ ഫോൺ സ്വിച്ച് ഓഫ്. ഒരു സന്ധ്യ നേരമായപ്പോൾ അവളെ ആൾക്കാരെല്ലാം കൂടെ അവിടെ അന്വേഷിച്ച് നടക്കുന്നു. അയ്യോ അവളെ കാണാനില്ല, അവൾ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പം അപ്പോൾ എല്ലാവർക്കും ബോധ്യമായി ഇവനുമായിട്ട് പോയി. പിന്നെ അവളുടെ ആൾക്കാരും കൂടെ ആയിട്ട് ഞങ്ങൾ അന്ന് രാത്രി തന്നെ അവളുടെ ആൾക്കാരും എൻ്റെ കൂടെ വന്ന് അന്ന് രാത്രി തന്നെ കുളത്തുപുഴയ്ക്ക് വന്നപ്പോൾ പറഞ്ഞു അവൻ ഇവിടെ എങ്ങും കാണാനില്ല, എവിടെയാണെന്ന് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു, ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞു. ഞാൻ പത്തനാപുരം സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പം ഈ ടവർ വഴി അന്വേഷിച്ചപ്പോൾ ഒരു കട്ടപ്പനയോ അവിടെ അങ്ങാണ്ട ഉണ്ടെന്നറിഞ്ഞു. പിന്നെ കുറച്ച് ദിവസം പിന്നെ ഒരു അനക്കവും ഇല്ല, എവിടെയാന്ന് പിന്നെ അങ്ങോട്ട് പോയെന്നാണ്. പിന്നെ 13-ൻ്റെ അന്ന് എൻ്റെ അമ്മായിയപ്പം ഇതുപോലെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഇങ്ങനെ കുളത്തുപുഴ തന്നെ അവൻ വരാൻ ചാൻസ് ഉണ്ട്, അവിടെ ആയിരിക്കും അവനെ എന്നും പിന്നെ കുളത്തുപുഴ പിന്നെ അവിടെ വന്നാൽ അവിടെ നിന്നാണ് കാണാതെ പോയതും എല്ലാം. അമ്മായിയപ്പൻ്റെ വകയിലൊരു മരുമോനെ പറഞ്ഞു ഇതുപോലെ ഫിൽജി അനിയെ കണ്ടായിരുന്നു ഞാൻ, അവൻ ഇങ്ങനെ വെളുപ്പിന് ജോലിക്കാണെന്ന് തോന്നുന്നു പോകുന്നത്, അവൻ ഇങ്ങനെ കുളത്തുപുഴോട്ട് ഒരു ഓട്ടോ കയറി പോകുന്നെന്ന് പറഞ്ഞു. ഉടനെ എൻ്റെ അമ്മായിയപ്പനെ വിളിച്ചറിയിച്ചിട്ട് അമ്മായിയപ്പൻ വന്ന്
ഇവരും കണ്ടുകിട്ട് അപ്പോൾ ഓട്ടോ കയറാൻ പറഞ്ഞു. അപ്പോൾ അവളെവിടെ? അത് അവൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ തിരിച്ച് ഇവിടെ വന്നിട്ട് ഇവളെയും വിളിച്ചുകൊണ്ട് കുളത്തൂപ്പുഴ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് എന്നെ അറിയിച്ച് ഞാൻ പത്തനാപുരത്ത് നിന്ന് അവിടെ നിന്ന് ഇവിടെ വന്ന് നമ്മളോട്ട് സംസാരമായി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേറെ ഒന്നും അറിയണ്ട, അവളെ കൊണ്ടുപോകും എനിക്ക് അറിയണ്ട, എനിക്ക് എൻ്റെ കൊച്ചിൻ്റെ അച്ഛനെ കിട്ടിയാൽ മാത്രം മതി, അത് അവളെ കാര്യം ഒന്നും എനിക്ക് അറിയണ്ടെന്ന് പറഞ്ഞു. ഞാനവിടെ പരാതി കൊടുത്തു, കേസെല്ലാം ഒത്തുതീർപ്പായി. പുള്ളിക്കാരനെ ഞങ്ങളുടെ കൂടെ അങ്ങ് വിട്ടു. അവളെ ആൾക്കാരെ വരുത്തി, കുട്ടിയുടെ ആൾക്കാരെ വരുത്തി അവർ ആ കുട്ടിയെ കൊണ്ടുപോയി. അവളെ ആൾക്കാർ കൊണ്ടുപോയി. ഇദ്ദേഹം കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പോരുന്നു. പുള്ളിക്കാരൻ പറഞ്ഞു. അപ്പോൾ ചോദിച്ചത് നിനക്ക് ഇപ്പോൾ ആരെ വേണം, ഇവളെ വേണം, അവളെ. അപ്പോൾ പറഞ്ഞു എൻ്റെ ഭാര്യയെ മതിയെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ എൻ്റെ കൂടെ ഇങ്ങ് വരുന്നത്. പിന്നെ അവരെന്ത് ഇടയ്ക്കെന്ത് സംസാരിച്ചെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഞാനും കരയുന്നു, ഇവളും അടുത്ത് വന്നുകൊണ്ട് പറയുന്നത് അത് എന്നെയും കൂടെ അന്വേഷിക്കാൻ പറഞ്ഞാൽ മതി മേഡം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും കൊണ്ട് ഇവള് സംസാരിക്കുന്നു. ഭാര്യയും കുഞ്ഞും വന്ന് അവകാശം പറഞ്ഞ് നിൽക്കുമ്പോൾ നീ എന്തോ പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അവൾക്കൊരു അടിയും കൊടുത്തു. അന്നേരം പറഞ്ഞപ്പം പുള്ളിക്കാരനെ ഞങ്ങളുടെ കൂടെ എഴുതിയൊക്കെ ഒപ്പിട്ട് പറഞ്ഞ് എനിക്ക് ഭാര്യയും കുഞ്ഞിനെ മതിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ ഇങ്ങ് വിട്ടു. അവളെ ആൾക്കാരും കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ വീട്ടിലിങ്ങ് കൊണ്ടുവന്നു. അന്ന് രാത്രിയും പുള്ളി പറയോ അവിടെ ജീവിതം പോയില്ലേ എന്നാ പറയുന്ന മൊത്തം. അന്ന് രാത്രിയിലെല്ലാം പറയുന്ന അവിടെ ജീവിതം പോയി, അവൾ കൊച്ചു പെണ്ണായിരുന്നു. ഞാൻ പറഞ്ഞു വെച്ചാൽ അറിഞ്ഞു വെച്ചോണ്ടല്ലേ അവള് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കുടുംബം തകർക്കാൻ വന്നത്. പക്ഷെ അറിയാത്ത ഒരാളാണെങ്കിൽ അച്ഛൻ ജോലി സ്ഥലത്തൊക്കെ പോയിരിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചാണ് സംഭവിച്ചെങ്കിൽ ഞാൻ അന്നേരം അങ്ങ് വിട്ടുകൊടുത്തേനെ, കുഴപ്പമില്ല, എന്തോ അറിയാതെ അവൾക്ക് സംഭവിച്ചാണല്ലോ എന്ന് പറഞ്ഞു. ഇത് ഞാൻ വളർത്തി എൻ്റെ കൂടെ നടന്ന കൊച്ചല്ലേ അവൾ. അപ്പോൾ അറിഞ്ഞു വെച്ചോണ്ട് എൻ്റെ കുടുംബം തകർത്താൽ പിന്നെ ഞാൻ ഭർത്താവില്ലാതെ ജീവിച്ചിട്ട് ഞാൻ എൻ്റെ ഭർത്താവിനെ അവൾക്ക് വിട്ടുകൊടുക്കാനാ എന്ന് ഞാൻ പറഞ്ഞില്ല. അത് ഒരിക്കലും ഇല്ല, ഞാൻ എവിടെ തന്നെ അത് കോടതി കയറിയാലും ഞാനങ്ങനെ വിട്ടുകൊടുക്കൂല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇല്ല, അത് അവിടെ ജീവിതം രണ്ടുപേരും കൂടെ ഞാൻ അന്വേഷിക്കാം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അതിൽ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞാൽ രണ്ടുപേർക്കും വില കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്നെങ്കിൽ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇവരൊരു കുഞ്ഞമ്മേരെ ഇവിടെ വന്നെങ്കിൽ ഇങ്ങനെ സമാധാനമില്ല. വീട്ടിൽ ഊണുമില്ല ഉറക്കമില്ല ഒരു പിന്നെ ശരിക്കും അങ്ങ് വെള്ളം അടിക്കും. പിന്നെ മദ്യപാനിയായി ഈ പ്രശ്നത്തോട്, അല്ലെങ്കിൽ വെള്ളമൊന്നും അടിക്കില്ല. അങ്ങനെ നല്ല സമാധാനമുള്ള ജീവിതമായിരുന്നു. 10 വർഷം വരെ നല്ല രീതിയിലുള്ള ജീവിതമായിരുന്നു. രാവിലെ ഇറങ്ങിപ്പോയാൽ രാത്രിയൊക്കെ കയറി വരുള്ളൂ, സമാധാനമില്ല ജീവിതത്തിൽ. എന്നിട്ട് എപ്പോഴും ഫോൺ വിളിച്ചാലും ഫോൺ ബിസി എന്ന് ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ അപ്പം ഞാൻ അത് ആരോട് സംസാരിക്കും. പിന്നെ എനിക്ക് എപ്പോഴും സിമ്മ് തല്ലി ഓടിക്കാനേ നേരമുള്ളൂ. ഓരോ സിമ്മ് വാങ്ങി ഞാനതിനെ തല്ലി പൊടിച്ചു. കാരണം മെസ്സേജൊക്കെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ ഈ സിമ്മെല്ലാം കൂടെ ഫോണും വേണ്ടെന്ന് പറഞ്ഞ് ഇതെല്ലാം കൂടെ. പക്ഷെ അങ്ങനെയൊക്കെ തല്ലിപ്പൊട്ടിച്ച് കളയുമ്പോൾ പുള്ളി പ്രതികരിക്കുകയൊന്നുമില്ല, തെറ്റ് സമ്മതിക്കും. ഇതിപ്പം അപ്പോഴും ആ പെൺകുട്ടി നിങ്ങളുടെ അപ്പുറത്ത് തന്നെ താമസിക്കുന്നത്? ഇല്ല, പിന്നെ എന്റെ വീട്ടിൽ കൊണ്ട് ആനപ്പാറ, ഇവിടെ വിതിര ആനപ്പാറയിൽ കൊണ്ടുവന്നു. ഇവിടുത്തെ കൊണ്ട് താമസം കൊണ്ട് മാറ്റി. ഫോണിൽ കുട്ടിയായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. പിന്നെ ഇവര് തമ്മിൽ പിന്നെ ഫോൺ ബന്ധമുണ്ട്. പക്ഷെ ഇപ്പൊ ഇവിടെ എന്നെ വിളിച്ചു പറഞ്ഞ് എന്നായിരുന്നാലും എൻ്റെ ചേട്ടൻ എൻ്റെ അടുത്ത് തന്നെ വരും, നീ എവിടെ വേണോ കൊണ്ടൊളിപ്പിച്ചോ എന്നൊക്കെ ഇങ്ങനെ എൻ്റെ കൂടെ തന്നെ അവള് പറഞ്ഞു. ഇവർ തമ്മിൽ ഫോൺ വിളി, ഞാൻ ഫോൺ എടുക്കും. ഇപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് സംസാരിക്കണം മൊത്തം. അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ അത് പോട്ടെ, അത് കേസും വഴക്കില്ലായി പോട്ടെ, ഞാൻ അതെല്ലാം ക്ഷമിച്ച്, അതല്ലേ എനിക്ക് ഇവിടെ കൊണ്ടുവന്നത്. എനിക്ക് അങ്ങനെ അന്നേ വേണ്ടാന്ന് വെച്ചിട്ട് ഇങ്ങ് വന്നൂടെ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട്. അപ്പം കുഞ്ഞിനെ ഇവിടെ നിന്ന് TC ഒക്കെ വാങ്ങിച്ച് അവിടെ കൊണ്ട് ചേർക്കാൻ പറഞ്ഞ് അവിടെ എൻ്റെ വീട്ടിൽ അവിടെ കൊണ്ട് ചേർത്ത് അവിടെ കുറച്ച് ദിവസം അങ്ങനെ ജീവിച്ചു. പുള്ളി പിന്നെ എനിക്ക് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോയിട്ട് പിന്നെ വീട്ടിൽ വരില്ല, പിന്നെ വരത്തില്ലെങ്കിൽ. അപ്പം ഞാനവർക്ക് ഇതെവിടെ പോകുന്നത്, അത് എനിക്ക് ജോലി ഇങ്ങനെ ഒരു ദിവസം പോലും അങ്ങനെ ഒരു നൈറ്റ് പണിക്കായിട്ട് കുറച്ച് ദിവസം പോയി നിന്നിട്ട് അങ്ങനെയുള്ള ഒരു ജോലിക്കൊന്നും പോയിട്ടില്ല. രാവിലെ പോയി വൈകിട്ട് വരത്തൊക്കെ ജോലിക്ക് പോവുള്ളായിരുന്നു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം പറഞ്ഞ് അത് എൻ്റെ ഒരു കുഞ്ഞമ്മേരെ വീട്ടിൽ ഞാൻ നിൽക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും എൻ്റെ അമ്മായിയപ്പനൊക്കെ പറഞ്ഞ് അവൻ എവിടെ നിന്നാലും നീ അവിടെ പോയി നിന്നോണമെന്ന് പറഞ്ഞ്. ഇപ്പോൾ പുള്ളി അറിയാതെ ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് അവിടെ ചെന്ന്, അത് നീ എന്തോ രഹസ്യം കണ്ടുപിടിക്കാനല്ലേ നീ ഇവിടെ വന്നത്, നീ എന്തിനാ ഇവിടെ വന്ന്, ഞാനിവിടെ സമാധാനത്തോടെ ജീവിച്ചോളാം, നീ നിൻ്റെ വീട്ടിൽ പോയി നിന്നോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കുടുംബമല്ലേ വെച്ചാൽ നിങ്ങൾ നിൽക്കുന്നിടത്ത് ഞാനും നിൽക്കുകയുള്ളൂ എവിടെ ആയിരുന്നാലും എന്ന് പറഞ്ഞു. പിന്നെ അവർ വീട്ടുകാർ അതിനുള്ള സൗകര്യമായിരിക്കും. ഞങ്ങൾ അവിടെ കുറച്ച് ദിവസം ഒരു 6 മാസം അവിടെ താമസിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് നീ വീട്ടിൽ പോയി ഞാൻ അങ്ങ് വീട്ടിൽ വന്നോളാന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് വെച്ച് എൻ്റെ ഇങ്ങനൊരു സംഭവം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു കാര്യം കേട്ടത് മുതലുള്ള ഈ ലിൻസിയുടെ അമിതമായ ഒരു ഉത്കണ്ഠയും വഴക്കുമൊക്കെ ആണോ ഇയാളിങ്ങനെ എവിടെയെങ്കിലും ഓടിപ്പോയി രക്ഷപ്പെട്ട് നിന്നാൽ മതി, അല്ലെങ്കിൽ ഇതിനേക്കാൾ ഭേദം അതാണെന്ന് തോന്നാൻ അതൊരു കാരണമായോ? ഇല്ല, ഞാൻ പറയാം അത് തെറ്റ് വന്ന് ഞാനത് ക്ഷമിക്കുന്നുണ്ട്. അത് ഇനി അങ്ങനെ പോകാതിരുന്ന പിന്നെ ഇത് കാണുമ്പം നമ്മൾ ഈ തെറ്റിലേക്കാണ് പിന്നെ അതിലോട്ടാണ് പോകുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു പോട്ടെ, വന്നതെല്ലാം പോട്ടെ, അതെല്ലാം ഞാൻ ക്ഷമിച്ച്, അപ്പം നമുക്കെല്ലാം ക്ഷമിക്കാൻ പറ്റുള്ളൂ എന്ന് ഞാൻ അതെല്ലാം ക്ഷമിച്ച്. ഇനി അങ്ങനെ ചെയ്യാതിരുന്ന അതിന് അവളായിട്ട് ഇനി യാതൊരു ബന്ധവും വേണ്ട, അവളെന്തോ ആയിക്കോട്ടെ അങ്ങ് പോട്ടെ. അത് എല്ലായിടത്തും പറയാം അതിങ്ങനെ അവളെ എനിക്കിങ്ങനെ കളയാൻ പറ്റൂല, പിന്നെ രണ്ടുപേർക്കും വേണമെങ്കിൽ വില ചെയ്ത് കൊടുത്തോളാം എന്ന് പറഞ്ഞു. ഇതിപ്പോൾ രണ്ടുപേരും ഇപ്പം അവൾക്കും വില ചെയ്ത് കൊടുക്കുന്നില്ലെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ വീട്ടിലിപ്പം വന്നിട്ട് 1 വർഷത്തോളം ആയി.
വീട്ടിൽ വരക്കില്ല. ഫോൺ ചെയ്യും, മോനെ വിളിച്ച് എന്തെങ്കിലും സംസാരിക്കും. അപ്പം ഞാൻ അങ്ങോട്ട് വിളിക്കണം. അപ്പം ഞാൻ മോനെ എന്നാ പപ്പ വിളിക്കുന്ന ഫോണിൽ സംസാരിക്കും. കുഞ്ഞ് സൗണ്ട് കേൾക്കട്ടെന്ന് കരുതി ഫോൺ അങ്ങ് കുഞ്ഞിൻ്റെ കൊടുക്കും ഞാൻ. അങ്ങനെയല്ല പുള്ളി വിളിക്കുക ഒന്നും ചെയ്യുന്നില്ല. ഇടയ്ക്ക് ഇപ്പോൾ 1 വർഷത്തോളം ആയി വീട്ടിൽ. എവിടെയുണ്ട് അദ്ദേഹം ഇപ്പോൾ? ഇപ്പം ഇടയ്ക്കിപ്പം ഞാൻ ഇടയ്ക്ക് ഞങ്ങളുടെ ഒരു ആൻറ്റിയെ കൊണ്ട് വിളിപ്പിച്ചപ്പം പറഞ്ഞ് വീട്ടിൽ ചെല്ലാറില്ല, എവിടാന്ന് അറിഞ്ഞൂടാ. പിന്നെ അമ്മയപ്പം പറഞ്ഞ് ദൂരം കണ്ട് അവൻ കാസർഗോഡോ അങ്ങാണ്ടാണ് ജോലി ചെയ്യുന്നത് എന്ന് പറഞ്ഞ്. അപ്പം കുറച്ച് ഞാൻ സമാധാനമായിട്ട് നിൽക്കട്ടെ, നീ എന്നെ ശല്യം ചെയ്യണ്ടെന്ന് പറഞ്ഞ് മാറി നിന്നതാണ്. ഇപ്പൊ സ്ഥിരമായിട്ട് അങ്ങ് ആയി അങ്ങനെ നിൽക്കുന്നത്. പിന്നെ വരാറുമില്ല, ഒന്നുമില്ല. ഇപ്പൊ ലിൻസി ഇവിടെ ട്രിവാൻഡ്രത്ത് നിന്ന് ജോലി ചെയ്യുന്നു. കുട്ടി ഇപ്പൊ എവിടെ ഉണ്ട്? മോൻ വീട്ടിൽ ആനപ്പാറ നിൽക്കുക. ആരാ നോക്കുന്നതിന്? എൻ്റെ ആങ്ങളെ. ആങ്ങളെയും അമ്മച്ചിയുണ്ടോ? അമ്മയുണ്ട്, നാത്തൂനുണ്ട്. അവരൊക്കെ ആയിട്ടാ നോക്കുന്നത്. ഇദ്ദേഹം എവിടെയാ താമസം എന്നുള്ള കൃത്യമായിട്ട് അറിയത്തില്ല. ഒരിടത്ത് സ്ഥിരം നിൽക്കത്തില്ല. ഇപ്പൊ വീട്ടിൽ വന്നിട്ട് പിന്നെ ഇടയ്ക്ക് കൊച്ചിൻ്റെ അവിടെ പോകണമെന്ന് പറഞ്ഞു പോകും, അപ്പച്ചിയുടെ അവിടെ പോകണമെന്ന് പറഞ്ഞു ഇങ്ങനെ അങ്ങ്. ഈ പെണ്ണിന്റെ അവസ്ഥ എന്താ? അവളെ പറ്റി പിന്നെ എനിക്ക് അറിഞ്ഞൂടാ. കേസ് കൊടുത്ത് ഇവരെ ഒത്തുതീർപ്പായി അവളെ കൊണ്ടുപോയതിനു ശേഷമുള്ള പിന്നെയുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. അവരുടെ വീട്ടുകാരോടും പിന്നെ അവളെ ഒരു ചേട്ടന്റെ ഭാര്യയായിട്ട് സംസാരിക്കും പറയാം അവളെ എവിടാന്ന് വീട്ടുകാർക്ക് പോലും അറിയത്തില്ലെന്നാ പറയുന്നത്. അപ്പൊ അവരുടെ വീടുമായിട്ടൊന്നും ആ പെൺകുട്ടിക്ക് ബന്ധമില്ല പറയുന്നത്. അവൾ എവിടാ നിൽക്കുന്ന അവർക്കും അറിഞ്ഞൂടാന്നാ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞ ഇവർ തമ്മിൽ എവിടെയെങ്കിലും ചിലപ്പോൾ ഒളിച്ച് താമസിക്കുകയെല്ലാം ചെയ്യുന്നത്. അതായിരിക്കും വീട്ടിലും പോകാതെ ഇവിടെയും വരാത്തത്. അപ്പൊ ഇതിനൊരു പരിഹാരം കാണണ്ടെന്ന് കരുതിയാൽ ഞാൻ അങ്ങനെ. ആ അമ്മച്ചി അദ്ദേഹത്തിന്റെ വീട്ടിലിപ്പം അദ്ദേഹത്തിന്റെ അപ്പച്ചനും അമ്മച്ചിയും ഉണ്ട്. വേറെ പെങ്ങന്മാരും ഇല്ല, ഒറ്റ മോനാണ്. ആ അപ്പച്ചനും അമ്മച്ചി എന്തോ പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഈ പോക്ക്? എൻ്റെ അടുത്ത് അമ്മായിയപ്പം പറഞ്ഞു, പിന്നെ മോളെ അവനെ എന്തോ ആയിക്കോട്ടെ, നീ ഇവിടെ വന്ന് താമസിക്കും, നമുക്ക് അവനെ പറഞ്ഞൊക്കെ ശരിയാക്കി പിന്നെ ഇവിടെ കൊണ്ടുവരാം, നീ ഇവിടെ വന്ന് താമസിച്ചാൽ മതി. അവർക്ക് ലിൻസിയോട് സ്നേഹമാണ്. ലിൻസി ആ കുടുംബത്തിൽ താമസിക്കുന്നതിനോട് വലിയ ഇഷ്ടമാണ്. അവരൊരിക്കലും യാതൊരു പ്രശ്നമില്ല. അമ്മയച്ഛനും ഒരു പ്രശ്നമില്ല. എന്നെ കൊണ്ട് കാലം മുതൽ നല്ല സ്നേഹമാണ്. അമ്മായിപ്പം ചെറിയ സ്ത്രീധന പൈസക്കൊക്കെ ആദ്യമൊക്കെ കുറച്ച് പ്രശ്നം ഉണ്ടാക്കിന്, പിന്നീട് കുഴപ്പമൊന്നുമില്ല. പ്രശ്നമൊന്നുമില്ല. ഇപ്പം ഇത് കേട്ടിട്ട് മേഡം, ഈ കൊച്ചു പെൺകുട്ടികളെ എത്ര അടുത്ത ബന്ധുവാണെങ്കിൽ പോലും ഒരു പരിധിക്കപ്പുറം പെരുമാറിയാല് അതിൽ നിന്നുണ്ടായ ദോഷമാണിത്. ഇപ്പൊ ആ കൊച്ചിനൊന്നും അറിയത്തില്ല. അതിന് ഏറ്റവും കൂടുതൽ ലാളിച്ച് കൊണ്ടു കിടക്കുന്ന ഒരു അങ്കിൾ അല്ലെങ്കിൽ ഒരു മാമൻ അത്ര മാത്രമേ അറിയത്തുള്ളൂ. അത് വളരും തോറും അതിനെ ആ കുട്ടി അതിലോട്ട് നയിച്ചിരിക്കുന്ന ഇയാൾ തന്നെയാണ്. ആ കുഞ്ഞിന്റെ തെറ്റ് പറയാനേ പറ്റത്തില്ല, അതിനൊന്നും അറിയത്തില്ല. പെൺകുഞ്ഞുങ്ങൾ വളരും തോറും ഇപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഏറ്റവും അടുത്ത ബന്ധമാണെങ്കിൽ പോലും കുഞ്ഞിനെ കൂടുതൽ അടുത്ത് പെരുമാറാൻ നമ്മൾ വിടത്തില്ല. കാരണം കാലം അങ്ങനെ മോശമായിപ്പോയി. അപ്പോൾ അതിൻ്റെ കുറ്റം എനിക്ക് തോന്നുന്നില്ല. അതൊരു കൊച്ചു വെച്ച് അതിനറിയത്തില്ല. നിങ്ങളോടും നിങ്ങളുടെ ഭർത്താവിനോടും അത് ഒരുപോലെ സ്നേഹമായിട്ട് പെരുമാറി. പക്ഷേ ഇയാൾ അതിനെ കുറച്ച് ആ ഒരു വഴിക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അല്ലാതെ ആ പെൺകുഞ്ഞിന്റെ തെറ്റല്ല. അത് പിന്നെ അത്രയും അറ്റാച്ച്ഡ് ആയി പോയി ആ കുട്ടി പറയുന്നത്. അത് പറയുന്നത് അങ്ങനെ പറയരുത്. കാരണം ആ പ്രായം കൊച്ചു പെൺകുഞ്ഞുങ്ങളെ വളരുന്ന പ്രായത്തില് വലിയ പ്രശ്നമാവും, അല്ലെങ്കിൽ ഞാൻ മരിച്ചു കളയും, അങ്ങനെ എന്നൊക്കെ പറഞ്ഞതിനും ഇത് പറയാൻ പറ്റത്തില്ല. ആ കുട്ടി ഇപ്പൊ എവിടെയുണ്ടെന്ന് അവരുടെ അച്ഛനമ്മയൊന്നും അന്വേഷിക്കുന്നില്ല. അവിടെ അച്ഛൻ മരിച്ചുപോയി. അവരുടെ അമ്മയുടെ ചോദിക്കും പറയുന്നത് അവിടെ അവർക്കും അറിയത്തില്ലെന്നാ പറയുന്നത്. അവിടെ ഒരു ചേട്ടത്തി പറയുന്നത്. പിന്നെ അവരങ്ങനെ കണ്ടില്ല എന്നും പറഞ്ഞോളൂ എന്തെങ്കിലും പരാതി കൊടുക്കും, അങ്ങനെ എന്തെങ്കിലും ചെയ്തു. അവരെ കുടുംബത്തിന് അവളെ വേണ്ടെന്നാ പറയുന്നത്. അവർക്ക് ഇത് ഇത്രയും ചീത്തപ്പേരായിപ്പോയി. ഇനി അതുകൊണ്ടാണ് ഈ ഇഗ്നോറൻസ്. ഒരു പെൺകുഞ്ഞ് അതിന്റെ ആ ഒരു പ്രത്യേക സ്റ്റേജിൽ ഒരു തെറ്റ് സംഭവിച്ചു, അതിനെ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്ന് ആ സമയത്ത് ഒരു സപ്പോർട്ട് കൊടുക്കുക എന്ന് പറയുന്നത് ഈ പാരന്റ്സ് ചെയ്യത്തില്ല. ആ തെറ്റ് കറക്റ്റ് ചെയ്യാൻ അവർ നോക്കിയിട്ടില്ല. ആദ്യം മുതലേ അത് സംഭവിച്ചിട്ടില്ല. അയൽവക്കത്തെ വീട്ടിൽ പോയി നിൽക്കുന്ന ഒരു പെൺകുഞ്ഞ് അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അത് ശരിയല്ല, പ്രായമാകും തോറും അത് ശരിയല്ല എന്ന് പറയാനും വിളിച്ച് അവരെല്ലാരും അവളെ അടിക്കുകയൊക്കെ ചെയ്ത് ശരിക്കും വഴക്കൊക്കെ പറഞ്ഞു. പക്ഷെ ഇവള് പറഞ്ഞു ഇനി എനിക്ക് എന്തായാലും ഇത്ര നാണക്കേടാ, ഞാൻ ഇനി മാറൂല എന്നൊക്കെയാണ് ഇവള് പറയുന്നത്. വാശിയായിട്ട് സ്റ്റേജ് കഴിഞ്ഞു പോയില്ലേ ലിൻസി? ഇപ്പൊ ലിൻസി പറയുന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്, ഞങ്ങൾ ഇത്രയും ഒരു പെങ്കൊച്ചായിരുന്നു, ഞാൻ അതിനെ വളർത്തി, അതിന് ചോറ് വാരി കൊടുത്തു, അത്രയും സ്നേഹമായിട്ട് നോക്കി, നമ്മുടെ അയൽ വീട്ടിലൊരു പെൺകുഞ്ഞിനെ പോലെ സ്നേഹിച്ചു, അത് നിങ്ങളെ അതുപോലെ സ്നേഹിച്ചു. പക്ഷെ ഇയാള് 37 വയസ്സ്, ഒരു 20 വയസ്സിന്റെ വ്യത്യാസം ഉണ്ട് ആ പെൺകുഞ്ഞുമായിട്ട്. ഒരു അച്ഛന്റെ സ്ഥാനത്ത് കാണേണ്ട ഒരു മനുഷ്യൻ അയാൾ വളരെ ഒരു വക്രബുദ്ധിയോടുകൂടി ആ കുഞ്ഞിനോട് പെരുമാറിയിരിക്കുകയാണ്. ആ വീട്ടുകാരുടെ നല്ല രീതിയിൽ ഒരു പെങ്കൊച്ചിനെ വളർത്താൻ അറിയാൻ വയ്യാത്തതിന്റെ കുഴപ്പം അത് പറ്റിപ്പോയത്. ജീവിതം സാക്ഷി എന്ന ഈ ലോക് അദാലത്ത് വളരെ സുതാര്യവും പണച്ചിലവില്ലാത്തതുമാണ്. ജീവിതം സാക്ഷിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീവിതം സാക്ഷി, കൈരളി TV, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം. ഫോൺ
0471 2386 5110.